ഈ ഒരു കാളയുടെ തലേന്ന് വീഴുന്ന വെള്ളം നമ്മുടെ തലയിലും നമ്മുടെ മേത്തും വീണ് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം തീർന്ന് നമ്മൾ രക്ഷപ്പെടും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി തേങ്ങ കൊണ്ടുവന്ന് ഇതേപോലെ ഇവിടെ കെട്ടിവെച്ച് പ്രാർത്ഥിക്കും. അത് നടക്കുമെന്നും ഇവിടുത്തെ മെയിൻ ഒരു വിശ്വാസം. അതിനു വേണ്ട തേങ്ങ ഉണ്ടിട്ട് ഈ അമ്പലത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തേങ്ങ വെച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തുന്നത്. അധികം പുറം ലോകം അറിയാത്ത ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉള്ള ഒരു അമ്പലമാണ് ഇത്. കണ്ടത് ഈ ഒരു കാളയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഇത്ര ആൾക്കാർ ഇവിടെ നിലത്ത് കിടക്കുന്നത്. ആ ഒരു കാളേന്റെ തലയിൽ ഇരിക്കുന്ന പൈസ ഉണ്ട്, ലക്ഷക്കണക്കിന് പൈസ ഉണ്ട് ആ ഒരു കാളേന്റെ തലയിൽ. ഇതൊരു സാധാരണ കാളയല്ല, ഇവിടുത്തെ ദൈവമാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് കർണാടകയിൽ ബാംഗ്ലൂരിനടുത്ത് ചന്നപട്ടണ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ ഗോഡ്ഗരെ വില്ലേജിലുള്ള ഒരു അമ്പലമാണ്. ചാമുണ്ടീശ്വരി ക്ഷേത്രം എന്നാണ് ഇവർ ഇതിനെ പറയണത്. അടിപൊളി ഒരു അമ്പലമാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു കാള അസാധാരണ കാളയാണെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊടുക്കണുണ്ടാവും ഓരോ ആൾക്കാർക്ക് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരു ദിവസം ഈ ഒരു അനുഗ്രഹം വാങ്ങാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വിശ്വാസമാണ് ഈ കല്ലിൽ 1 രൂപ കൊയിൻ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാനുണ്ടോ അത് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഈ അമ്പലത്തിൽ സ്ഥിരമായി വരാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു അമ്പലത്തെ പറ്റി ചർച്ച തുടങ്ങുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഫുൾ ടൈം അന്നദാനം ഉണ്ട് കേട്ടോ. ചോറും പരിപ്പ് കറി അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ആറെ കുഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം ഇവർ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതിന്റെ അകത്തുകൂടി പോകാൻ വൈബാണെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ വന്നാൽ ഏറ്റവും അടിപൊളി ഇതിന്റെ അകത്തുകൂടി പോകണം. കർണാടകയുടെ ഒരു കൾച്ചറാണ് ശരിക്കും ഇവര് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കെ. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ഒരു വൈബാണ് ശരിക്കും. 1.5-2 മണിക്കൂർ കാണാനുണ്ട് ഇതിന്റെ അകത്ത്. കണ്ണിന് കുളിർമ തന്നെ ഒരു കാഴ്ചയാണിത്. അതേപോലെ ഈ ഒരു അമ്പലത്തിലെ മറ്റൊരു കാഴ്ചയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു 15 കിലോയോളം വെയിറ്റ് വന്ന ഒരു കല്ലാണിത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ഈ ഒരു കല്ല്. അപ്പൊ ഞാനിന്നുള്ളത് ഗൗഡകര വില്ലേജിലാണ്, ചന്നപട്ടണക്ക് അടുത്തുള്ള. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ ജസ്റ്റ് ബസ്സിൽ പോരാൻ പറ്റും. ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. മൈസൂരിൽ നിന്നും ബസ് ഉണ്ട് കറക്റ്റ് ഈ അമ്പലത്തിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും ബസ് കിട്ടും. സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ്ങിലുള്ള ഒരു അമ്പലമാണ് ഇത് ശരിക്കും. രാഷ്ട്രീയക്കാരും സിനിമാടന്മാരും അങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോഴാണ് ഇത് ഭയങ്കര ചർച്ചയിലായത് ഈ ഒരു അമ്പലം. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കാഴ്ചകളാണ്. ഇന്നും പുറലോകം അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു അമ്പലത്തിൽ. അപ്പൊ നമ്മളിന്ന് ഞായറാഴ്ച ദിവസമാണ് ഇവിടെ എത്തിയേക്കണം. അപ്പൊ ഇവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ അമ്പലത്തിലേക്ക് പോകണമായിരിക്കും നല്ലത്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഇവിടെ കാല് കഴുകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ എല്ലാവരും കാല് കഴുകണ പോലെ നമ്മളും കാലൊക്കെ കഴുകിയിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഏകദേശം 60 അടി ഹൈറ്റിൽ പഞ്ചലോഹത്തിൽ സ്വർണം പൂശിയ ഒരു സ്റ്റാച്ചു ആണ് കാണാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എന്താ തിരക്കം നോക്ക്. 10,000-കണക്കിന് ആൾക്കാരാണ് ശരിക്കും ഈ ഒരു അമ്പലത്തിൽ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതേപോലെ തന്നെ ഇവിടെ തിരക്കായിരിക്കും. അപ്പോൾ ഇതാണ് ദർശനത്തിന്, അമ്പലത്തിൻ്റെ അകത്തേക്ക് ദർശനത്തിനുള്ള വഴിയാണ്. നമ്മൾ ഈ ഒരു വഴി കയറുമ്പോൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും ഒരുപാട് പേര് പ്രാർത്ഥിക്കണമൊക്കെ കാണാൻ പറ്റും. കന്നഡക്കാരും തെലുങ്ക് അങ്ങനെ പല ലാംഗ്വേജിലുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. മലയാളികൾ ഈ ഒരു ഭാഗത്ത് വളരെ കുറവാണ്. കാരണം കേരളത്തിലേക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല. യൂട്യൂബിൽ തന്നെ മലയാളത്തിൽ ഞാനാണ് ഫസ്റ്റത്തെ ഈ വീഡിയോ ചെയ്യണത്. വേറെ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. തമിഴ് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റും. അതേപോലെ തമിഴിൽ കുറേ ചാനലുകളിൽ ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദർശനത്തിന് കയറാനുള്ള ക്യൂ ആണ് ഈ കാണാൻ പറ്റുന്നത്. 10,000-കണക്കിന് ആൾക്കാരാണ്. ശരിക്കും ഇഷ്ടം പോലെ സെക്ഷൻ ഉണ്ട്. ഇത് മൊത്തം ചുറ്റിക്കറങ്ങിയാലേ നമുക്ക് ദർശനത്തിന് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പതിയെ ചാടി ഇറങ്ങി വേറൊരു വഴിയിൽ. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് അന്നദാനം കൊടുക്കുന്ന സ്ഥലത്താണ്. ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ ടൈം അന്നദാനം കിട്ടും. ചോറും പരിപ്പ് കറി അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. രാവിലെ ഒരു 11 മണി സമയത്താണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് എത്തിയത്. ഇവിടെ ഓരോ പരിപാടികൾ നമ്മൾ കാണാനിരിക്കുന്ന ഓരോ വിചിത്രമായ ആചാരങ്ങളും പരിപാടികളൊക്കെ ഇപ്പോൾ ഏകദേശം തുടങ്ങാനാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടികളാണ്. ഇനി ഇങ്ങോട്ട് ഇവിടെ ഓരോരോ പരിപാടികളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു മുറിക്കുള്ളിലാണ് ആ അസാധാരണ കാളയുള്ളത്. ഇവരുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ ആ ഒരു കാളേനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ ആൾക്കാർ ഒരുപാട് പേര് ആ ഒരു കാളയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അതിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. ശരിക്കും ഇതാണ് ഇവിടുത്തെ വലിയൊരു സംഭവം. ഈ ഒരു കാള അസാധാരണ കാളയാണ്. ഇവിടുത്തെ ദേവിയായിട്ട് അടുത്ത ബന്ധമുള്ള ദേവി നേരിട്ട് ഈ ഒരു കാളയുടെ മേത്ത് വരും എന്നുള്ള രീതിയിലാണ് ഇവരോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റിയത്. ഈ കാളയുടെ അനുഗ്രഹം കിട്ടുന്ന കാര്യം നടക്കുമെന്നുള്ളതാണ്. നമ്മളൊരു കാര്യം വിചാരിച്ച് വന്ന് ഈ കാളയുടെ അനുഗ്രഹം വാങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും. ഇല്ലെങ്കിൽ കാള നമുക്ക് അനുഗ്രഹം തന്നില്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ്
അതിൻ്റെ അർത്ഥം കണ്ട. ഇങ്ങനെയാണ് കാള ഓരോരുത്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. ഓരോരുത്തർ ഇരുന്ന് ഉള്ളം കയ്യിലാണ് അനുഗ്രഹം വാങ്ങണത്. ഈ ഒരു അമ്പലത്തിലെ 2 റീലുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ശരിക്കും കാണിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ അധികമാരും കാണാത്ത വ്യത്യസ്തമായ ഒരു കൾച്ചറാണ്, ഇവിടുത്തെ ഒരു സംസ്കാരമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു സംഭവമാണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണ കല്ല്. ഈ കല്ലിൻ്റെ പ്രത്യേകത 15 കിലോയോളം വെയിറ്റുള്ള കല്ലാണ്. ഇത് താന്നു പോകില്ല എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. ഈ ഒരു കല്ലുകളെ പറ്റി പുരാണത്തിൽ അധിഷ്ഠിതമാണെങ്കിലും ശാസ്ത്രീയപരമായി ഈ ഒരു കല്ലിനെ പറ്റി പറയണത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പൊട്ടിത്തെറിക്കണ കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റിനും സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യത കൂടുതലെന്നാണ് ശരിക്കും പറയുന്നത്. പുരാണങ്ങളിൽ ഈ കല്ലിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ വിശദീകരണം ശരിക്കും ഇതാണ്. ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഈ അമ്പലത്തിൽ വന്നേക്കണം. ഈ പറഞ്ഞ എല്ലാ ചടങ്ങുകളും നടക്കുന്നത് ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഈ നടക്കുന്ന ആൾക്കാരെ മൊത്തം ആ ഒരു കാളയുടെ തലേന്ന് വന്നും വീണ വെള്ളം നേരെ തലയിലേക്കാണ് വീണത്. എന്നിട്ട് ഈ നടക്കുന്ന ആൾക്കാർ മൊത്തം ഇതിനു വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരാട്ടോ. കർണാടകക്കാരുണ്ട്, തെലുങ്കന്മാരുണ്ട്, തമിഴന്മാരുണ്ട്, ഇങ്ങനെ പല ലാംഗ്വേജിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഇത് ഇവിടുത്തെ വലിയൊരു വിശ്വാസമാണ്. ശരിക്കും ആ ഒരു വെള്ളം വീണ എല്ലാ കഷ്ടപ്പാടുകളും തീരും, രക്ഷപ്പെടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിശ്വാസം. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും. അതേപോലെ തന്നെ തേങ്ങ എല്ലാവരുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ തേങ്ങ ഒരു കാര്യം നടക്കാൻ വേണ്ടി അത് ഓർത്ത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് തേങ്ങ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ച് തേങ്ങയാണ്. അങ്ങനെ ഇതാ നമ്മൾ കാണാനിരിക്കുന്ന ഇവിടുത്തെ പ്രധാന പരിപാടിയായ ഒരു പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു കാളേനെ കൊണ്ട് അനുഗ്രഹം കൊടുപ്പിക്കാൻ പോണ ഒരു പരിപാടി. അതിനുവേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പം നിലത്ത് കിടക്കും. ആ ആൾക്കാർക്ക് മൊത്തം ഈ കാള അനുഗ്രഹം കൊടുക്കും. അത് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ രാവിലെ 11 മണി കഴിഞ്ഞ് ഒരു 1 മണി സമയത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണത്. അത് കാണാനാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച തന്നെ എത്തണം. ആ കാണുന്ന വലിയ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വരെ ഈ കാളേനെ കൊണ്ടുപോയി അവിടുന്ന് എന്തോ പൂജകളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നിട്ടാണ് അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങണമെന്നാണ് എൻ്റെ തോന്നൽ. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ പ്രതിമയുടെ ഇടയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാളയുടെ അനുഗ്രഹം കൊടുക്കുന്ന പരിപാടി കാണാം. ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണിത്. ഈ വരുന്ന കാള ഇപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങും. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ നിലത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നത്. ഓരോരുത്തർ കഴിയുമ്പോൾ മാറി മാറി കൊടുക്കും. ബാക്കിയുള്ള ആൾക്കാർ വന്ന് അവിടെ വന്ന് കിടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കാള ഇങ്ങനെ ഓരോ ആൾക്കാരുടെ മേത്തോടി കയറി നടക്കാൻ പോണ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇതേപോലെ കാള ഇവരുടെ മേത്തോടി കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ബാക്കിലുള്ള ആൾക്കാർ മാറും. അന്നേരം അടുത്ത ആൾക്കാർ വന്ന് വീണ്ടും കിടക്കും. കർണാടകയിൽ ഇതേപോലെ വിചിത്രമായ പല സ്ഥലങ്ങളിലും പല ആചാരങ്ങളും ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിലൊരു കാഴ്ചകളിൽ മാത്രമാണ് ഇത്. ശരിക്കും ഇവിടുത്തെ ഇതൊരു വിശ്വാസമാണ്. കർണാടക യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ വിചിത്രമായ ആചാരങ്ങളുള്ള അമ്പലമാണ്. അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞില്ല ആചാരങ്ങൾ. ഇനിയും ഒരുപാട് പരിപാടികൾ ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഈ അമ്പലത്തിലെ ഓരോ വിചിത്രമായ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ നാട്ടിലും ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയയാണ് ശരിക്കും ഇത്. ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ നിർത്തി അടിപൊളി ഒരു വീഡിയോ ആ ഒരു മെഷീനിൽ കറക്കിയെടുത്ത് അവർ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ എഡിറ്റ് ചെയ്ത് പാട്ടും വെച്ച് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരും. വാട്സപ്പിലേക്ക് അവർ ആ ഒരു വീഡിയോ നമുക്ക് അയച്ചു തരും. നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. കേരളത്തിലും പല ടൂറിസ്റ്റ് പ്ലേസുകളിലും ഈ ഒരു ബിസിനസ് ഐഡിയ യൂസ് ചെയ്യുക. പിന്നെ ഈ അമ്പലത്തിലെ പ്രധാന ഒരു വിശ്വാസമാണ് ഈ ഒരു കല്ലിൽ കൊണ്ടുവന്ന് 1 രൂപ കൊയിമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീരും. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതായ അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ തീരും എന്നുള്ളതാണ് ഈ കല്ലിൽ വന്ന് 1 രൂപ കൊയിമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കല്ലിൽ കൊയിമിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൽ വന്നാലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ അടിയിൽ പാറ തുറന്നിട്ടാണ് ഇവർ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. അത്രയും വൈബിലാണ് ഇവർ കർണാടകയുടെ ഒരു കൾച്ചർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറി കണ്ടല്ലോ ഒരു മണിക്കൂർ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയൊരു ഫീലാണ് ശരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കണ്ടോ, അടിപൊളി കാഴ്ചകളാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ലൈറ്റും കാര്യങ്ങളും സൗണ്ടും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് ഞാൻ ആ ഒരു സൗണ്ട് വീഡിയോയിൽ കയറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം വൈബാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. എന്താ പറയണ്ട, ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും ഒരു മണിക്കൂറേക്ക് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചകളാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്.
കർണാടകയുടെ തന്നെ ഓരോരോ കൾച്ചറുകളും ഓരോരോ സംഭവങ്ങളൊക്കെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കണം. നമുക്ക് അതേപ്പറ്റി കൂടുതൽ അറിയില്ലാത്തത് കൊണ്ട് ഒന്നും പറയുന്നില്ല. ഒരുപാടുണ്ട് ഇതിലൂടെ നടന്ന് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അമ്പലമൊക്കെ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഫീൽ അതൊരു വേറൊരു ഫീലാണ്. ശരിക്കും ഈ അമ്പലത്തിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു മ്യൂസിയമാണ്. ഇത് ആ ഒരു സ്റ്റാച്ചുവിന്റെ അടിയിൽ പാറ തുറന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തൂടി പോകാനായിട്ട് വേറൊരു ഫീലാണ്. ശരിക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ദൂരം ഞാൻ നടന്ന് എങ്ങനെ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബാംഗ്ലൂരിലേക്കൊക്കെ വരുന്നവർ തീർച്ചയായും വരേണ്ട ഒരു അമ്പലമാണ്. ശരിക്കും ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഒരു മ്യൂസിയം ഒക്കെ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം. അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആണ് പുറത്തെങ്കിലും, പക്ഷെ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത്. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഒരു പാറ തുറന്ന് ഗുഹക്കകത്തൊക്കെ കയറിയ പോലത്തെ ഒരു ഫീൽ ഇതുണ്ട്. കർണാടകയുടെ ശരിക്കുള്ള ഓരോ കൾച്ചറാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതാണ് ശരിക്കും ഇവിടെ വന്നാൽ കാണേണ്ട ഒരു കാഴ്ച. ഈ അമ്പലത്തിലെ ഏറ്റവും അടിപൊളി കാഴ്ചയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് ഒറിജിനാലിറ്റി പോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓരോ ചെറിയ 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 സെറ്റപ്പിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ശിവലിംഗം പോലുള്ള കുറേ കല്ലുകളുണ്ട് ഇവിടെ. അതേപോലെ ഒരു ഏരിയയിൽ അതേപോലെ കുറേ സാധനങ്ങൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ ഫുള്ള് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കണം. അതുകൊണ്ട് ഇത് കാണാനായിട്ടുള്ള പേടിയൊന്നും വേണ്ട. ഫുള്ള് ക്യാമറ, മൈക്ക്, അങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ കാര്യങ്ങളും അതിൻ്റെ അവിടുന്ന് വിളിച്ച് പറഞ്ഞ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും ഈ ഒരു ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി കണ്ടൊരു കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഇത് എന്തായാലും ഇവിടെ വന്നാൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന ഈ ഒരു മ്യൂസിയം എന്തായാലും കണ്ടേക്കണം. അപ്പം ഈ ഒരു അമ്പലം ചന്നപട്ടണമൊക്കെ അടുത്ത് ഗൗഡകര എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. ഒരു തെങ്ങിൻ തോട്ടം ഇരിക്കണതിൻ്റെ നടുക്കാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യണത്. അപ്പം നിങ്ങൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു അമ്പലത്തിൽ വന്ന് ഇവിടുത്തെ ഈ വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.